വിവാഹത്തിന് സമ്മതാണോ എന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾ പ്രത്യേകിച്ചും വേണ്ട എന്ന് പറയുന്നു. എന്തേ കാര്യം? അതിൻ്റെ കാര്യം കല്യാണം ഇബാദത്താണെന്ന് തോന്നിയില്ല എന്നതാണ്. ഇസ്ലാമിലെ വിവാഹം ഇബാദത്താണ്, അമ്പിയാക്കൾ ചെയ്തതാണ്, ഇബാദത്താണ്. വിവാഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്കും സ്വർഗത്തിലാണ് കൂലി. റഹിമല്ലാഹു മൻ ഗസല വഗ്തസല, ജിമാഅ് ചെയ്തവന് അള്ളാഹു റഹ്മത്ത് ചെയ്യുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുളിച്ചവനും കുളിപ്പിച്ചവനും അള്ളാഹു റഹ്മത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേർക്ക് നേരെ പറയൽ കുറവാണ്. ഒരു ചെറിയ അദബും മര്യാദയൊക്കെ പരിഗണിച്ചിട്ടാണ് പറയലുള്ളത്. അതിൻ്റെ അർത്ഥം അതാണ്, ജിമാഅ് ചെയ്തവന് അള്ളാഹു റഹ്മത്ത് ചെയ്യും. ഭാര്യയും ഭർത്താവും ഇണചേരുക എന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങുന്ന പുണ്യമായ പ്രവർത്തനമാണ്. ആദം നബി അലൈഹി ഇസ്ലാം ഹവ്വാ ബീവിയെ ജിമാഅ് ചെയ്യുന്നത് ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ബിദായത്ത് വന്നിഹായയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനാൽ പഠിപ്പിക്കപ്പെട്ട പുണ്യമായൊരു ഇബാദത്താണ് ഇസ്ലാമിലെ ഇണചേരുക എന്നത്. ഇസ്ലാമിലെ വിവാഹ ജീവിതം ഇബാദത്താണ്. വിവാഹം കഴിച്ച ആളുകൾ നാളെ മഹ്ശറയിൽ വരുമ്പോൾ മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലിക്കി, രാജാക്കന്മാർക്ക് ധരിക്കുന്നത് പോലെ അവൻ അള്ളാഹു കിരീടം ധരിപ്പിക്കപ്പെടുന്നതാണ്. ഒരു പെണ്ണ് അപ്പോൾ ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ ആ സ്ത്രീക്ക് 100 ഷഹീദിൻ്റെ കൂലി ഉണ്ടായിരിക്കുമെന്നാണ്. ഒരു ഷഹീദിൻ്റെ കൂലിയാണ്. ഗർഭം ധരിച്ച് പ്രസവിച്ച പെണ്ണിന് 100 ഷഹീദിൻ്റെ കൂലിയാണ്. സയ്യിദു ശുഹദാ എന്ന പേരിൽ അറിയപ്പെട്ട ആൾ ഹംസത്തുൽ കറാറാണ് റളിയല്ലാഹു അൻഹു. ഉഹുദിൽ ഹംസ റളിയല്ലാഹു അൻഹു ശരീരത്തിൽ വെട്ടേറ്റിട്ട് മുൻഭാഗത്ത് മാത്രം 90ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഹംസ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുമ്പോൾ നെഞ്ഞത്ത് കയറിയിരുന്ന വഹ്ശി നെഞ്ച് കുത്തി കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് കരൾ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് വായിലിട്ട് ചവച്ചു തുപ്പിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയാലും ഹംസ റളിയല്ലാഹു അൻഹു ഒരു ഷഹീദാണ്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിൻ്റെ കൂലിയാണ്. അപ്പോൾ ഒന്ന് വിവാഹത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ 2 കാര്യങ്ങളോട് പറഞ്ഞു. ഒന്ന്, ഇസ്ലാമിലെ കുടുംബജീവിതം വിവാദത്താണ്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയെങ്കിലേ കുടുംബജീവിതത്തോട് താല്പര്യം ഉണ്ടാവുള്ളൂ. സോഷ്യോളജിയുടെ കാഴ്ചപ്പാട് വേറെയാണ്. അതുകൊണ്ടാണ് താല്പര്യം കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇസ്ലാമിൽ വിവാഹം എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത്, കുടുംബജീവിതത്തിലെ രണ്ടാമത്തെ പ്രധാന ഭാഗമാണ് മക്കൾ എന്ന് പറയുന്നത്. മക്കളെ നന്നാവാൻ 5 കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ഒന്ന്, മക്കളെ കൊണ്ടുള്ള ഉദ്ദേശം ക്ലിയർ ആയിരിക്കണം. രണ്ടാമത്, മക്കൾക്ക് നല്ല പേരിടണം. മൂന്നാമത്തെ, ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. നാലാമത്തേത്, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് ദ്വാരക്കണം. 5-മത്തെ കാര്യം, ഹലാലും തൊയ്യവുമായ ഭക്ഷണം മാത്രം തിന്നാൻ കൊടുക്കണം. അപ്പോൾ 2 എണ്ണമായി. ഇനി കുടുംബജീവിതത്തിൽ ഒരു കാര്യം കൂടിയാണ് പറയാൻ ബാക്കിയുള്ളത്. അത് ഉമ്മാനും ബാപ്പാനും ബന്ധപ്പെട്ടതാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇസ്ലാമിൽ കുടുംബം എന്നുള്ളതിന് 3 വാക്കുണ്ട്. 1 അഹ്ല്, 2 ആല്, 3 അയ്യാല്, ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. അതിൽ അഹ്ല് വിശാലമായ അർത്ഥത്തിലുള്ളതാണ്. ആല് കുറച്ചും കൂടിയും ചെറുതാവും, അയ്യാല് കുറച്ചും കൂടിയും ചെറുതാവും. സത്യത്തിൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ എല്ലാം ചേർന്നതാണ്. പക്ഷെ പലതുകൊണ്ട് നമ്മൾ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൾഫിലൊക്കെ ചെന്നിട്ട് കുട്ടികളോട് ഫാമിലി ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും. ഉമ്മയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ഉമ്മല്ല, ഉമ്മ നാട്ടിലാണ് പറയും. അപ്പം എന്താ വെച്ചാൽ ഫാമിലിയിലും ഉമ്മയും മാപ്പി എണ്ണീറ്റില്ല, അതാണ് പ്രശ്നം. എണ്ണമില്ല എന്നുള്ള വേറെ വിഷയം, മാപ്പിളാരെ എണ്ണണം എന്തായാലും. ഞമ്മക്ക് ഏതായാലും ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മക്കളും മാത്രമല്ല, ഉമ്മയും ബാപ്പിയൊക്കെ അതിൽ പെട്ട തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇനി പറയേണ്ട 3-മത്തെ ഘടകമാണ് മാതാപിതാക്കൾ എന്ന വിഷയം. ഇസ്ലാമിൽ മാതാപിതാക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറേ പറഞ്ഞു. എന്തായിരിക്കാം ഇത് ഇത്ര പറയേണ്ടായ കാരണം? ഇത് ഇത്ര പറയേണ്ടായ കാരണം ആ വിഷയത്തിൽ ശ്രദ്ധ കുറയും എന്നതുകൊണ്ട് തന്നെയാണ്.
പ്രായമായ ആളുകൾക്ക് പുതിയ ചിന്തകൾ വരില്ല. അതായത് വയസ്സായാലും തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ 3 സമയമാണ് മാറുക. 3 സമയത്താണ് മനുഷ്യന് മാറ്റം ഉണ്ടാകുക. ഒന്ന് പ്രായപൂർത്തിയാവുമ്പോൾ, പിന്നൊന്ന് ജോലി കിട്ടുമ്പോൾ, മൂന്നാമത്തേത് റിട്ടയർഡ് ആവുമ്പോൾ. 3 സമയത്താണ് മനുഷ്യന് മാറ്റം ഉണ്ടാകുക. ഒന്ന് പ്രായപൂർത്തിയാവുമ്പോൾ വലിയ കുട്ടിയാവും. ചിലപ്പോൾ അവൻ്റെ വാപ്പ അവനോട് പറയും ചെയ്യും, അല്ലെങ്കിൽ ഉമ്മ പറയും, ഇതിപ്പോൾ പഴയമായിരുന്നല്ല വലിയ കുട്ടിയാണല്ലോ എന്ന് തോന്നും. ഓനും തോന്നും ഞാൻ ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് എന്ന്. അങ്ങനെ ആയാൽ എന്താ കുഴപ്പമെന്ന് അറിയങ്ങൾ? പിന്നെ അങ്ങോട്ടൊന്നും പറയണ്ട, ഓ എല്ലാവരോടും ഇങ്ങോട്ട് പറയും. മനുഷ്യൻ പരാജയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. ഇങ്ങോട്ട് ആർക്കും ഒന്നും പറയാൻ പാടില്ലെങ്കിൽ നമ്മൾ തോറ്റു. എപ്പോഴും ചോദിക്കാനും പറയാനും ആളുണ്ടോ നമ്മൾ വിജയിക്കും. എന്നേ വലിയ കുട്ടിയായത് അന്ന് മുതൽ തോറ്റു എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. അപ്പോൾ ജീവിതത്തിൽ മാറ്റമുള്ള ഒരു സമയമാണ് വലിയ കുട്ടിയാവൽ.